ആരാധന ശ്രദ്ധിക്കട്ടെ. ഓമന ധർമ്മരാജൻ അങ്ങനെ ഒരു സാക്ഷി ഉണ്ടായിരുന്നു. ഓമന ധർമ്മരാജൻ, അതും തൃശ്ശൂരാണെന്ന് തോന്നണം. അവിടെ സാക്ഷ്യം നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ഭയങ്കര ഹൃദ്യമാണ്. ഇവർ രണ്ടുപേരും പ്രാർത്ഥനയുള്ളവരാണ്. ഓമനയും ധർമ്മജനും പ്രാർത്ഥനയുള്ളവരാണ്. ഈശോനും അമ്മയോടും അടുപ്പമുള്ളവരാണ്. അപ്പോൾ ഒരു ദിവസം ഒരു അബദ്ധം പറ്റി. ഒരു കൂട്ടുകമ്പനിക്ക് പോയി. ധർമ്മജൻ ഒരു കൂട്ടുകമ്പനിക്ക് പോയി വെച്ചാൽ ഈ ആൾക്കാർ കുപ്പിയൊക്കെ വെച്ചുകൊണ്ട് കൂടത്തില്ലേ. വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ കുപ്പിക്കൂട്ടം കാണിക്കില്ല. കുപ്പിക്കൂട്ടത്തിന് പോയി. അവൻ കുടിച്ചില്ല, പക്ഷേ കൂട്ടുകാരനൊരു കുപ്പി കൊടുത്തു വിട്ട്. ആ കൊടുത്തു വിട്ടത് ഈ ഓമനെ പറ്റിച്ച് ഈ മനുഷ്യൻ ഈ ഉടുപ്പിൻ്റെ അകത്ത് വെച്ച്, മുണ്ടിൻ്റെ അകത്ത് വെച്ച് നേരെ തൊഴുത്തിലങ്ങോട്ട് കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ച്, ആ ബ്രാൻഡി ഒളിപ്പിച്ച് വെച്ച്. പക്ഷേ ഇതോടുകൂടി ആ വീട്ടിൽ അലയുമ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഓമനത് കണ്ടില്ല. പക്ഷെ ഇവൾക്ക് പെട്ടെന്ന് ഒരു ബോധക്കേടുണ്ടായി, ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായി. ഇവൾ നിലവിളിച്ച് നിലത്ത് വീണിട്ട് ഉടനെ ഇവൾ പറയും, മകളോട് പറയും, ഒരു പേന എടുക്ക്, ഒരു പേപ്പർ എടുക്കുക, വെളിവില്ലാതൊക്കെ പറയും. ഒരു പേന എടുക്ക്, ഒരു പേപ്പർ എടുക്കുക എന്നൊക്കെ പറയും. അപ്പോൾ അമ്മ നിലത്ത് കിടക്കുകയാണ്. ഉടനെ മകള് ആ അമ്മ ചോദിച്ചതിന് വേണ്ടി മരുന്നെടുക്കാൻ ചോദിക്കണ പോലുള്ള ഒരവസ്ഥയാണ്. അത് കാരണം മകൾ കൊണ്ട് പേനയും പേപ്പറും കൊടുക്കും. എന്നിട്ട് നെഞ്ചത്ത് വെച്ച് ഇവളെ എന്തൊക്കെ കുത്തിക്കുറിക്കും. അവളുടെ ബോധം പോയി, റിലേ പോയിരിക്കുന്ന ആൾ കരഞ്ഞ് അവിടെ നിലത്ത് വീണ് ഉരുണ്ട് പല്ലാത്ത അവസ്ഥയായി. എന്നിട്ടിങ്ങനെ കുത്തിക്കുറിക്കും. ഉടനെ ഇവളുടെ ഭർത്താവ് ഇത് മേടിക്കുമ്പോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. അപ്പോൾ ഇത് വായിച്ചോട് ഈ മനുഷ്യൻ കിടന്ന് കാറ് നിലവിളിക്കും, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. അതോടുകൂടി ആ മനുഷ്യൻ ഇപ്പം മാപ്പ് പറയും. എടി, ഇതാണ് വിഷയം. അതായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണ്, ഡിവൈൻ സോണിലാണെങ്കിലേ ദൈവം നമ്മൾ ആ കുടുംബത്തെ ദൈവം സംരക്ഷിക്കും. അയാൾ എല്ലാ കുടുംബം നശിക്കാൻ പോകരുന്ന്. പാത്ത് കൊണ്ടുവന്ന് മദ്യം വെച്ച് കുടിച്ച്, രഹസ്യത്തിൽ കുടിച്ച് പിന്നെ ആ സ്വഭാവം മാറി, പ്രാർത്ഥനാ ജീവിതം മാറി, ആ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട് തകരാൻ പോകുകയായിരുന്നു. അപ്പോഴുടനെ ആത്മാവിൽ പ്രവേശിച്ചിട്ട് ഇവൾക്കറിയത്തില്ല ഇവൾ എന്താണ് ഈ നെഞ്ചത്ത് വെച്ച് എഴുതിക്കൊണ്ടിരിക്കണമെന്ന്. പക്ഷെ വായിക്കുന്നവർക്കറിയാം എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴയാണ്. അതായത് പ്രാർത്ഥന എന്തുമാത്രം സംരക്ഷണമാണെന്ന് നമ്മൾ അറിയണം. പിന്നീട് ഓമനയുടെ ബാക്കി സാക്ഷ്യം, അതോടെ കുടുംബം രക്ഷപ്പെടുകയാണ്. അതല്ല, ഓമനയുടെ ബാക്കി സാക്ഷ്യം കേൾക്കണം. ഓമൻ അവസാനം പറയുന്നൊരു കാര്യമാണ് എന്നെ സ്പർശിച്ചത്. കാര്യം, ഞാൻ എവിടെ പോയാലും ഒരു പൊതി ചോറെടുത്ത് എൻ്റെ ബാഗിൽ വെച്ചുകൊണ്ടാ പോകണമെന്ന്. ഞാൻ എവിടെ പോയാലും എന്തിനാണെന്നറിയാമോ? ആരെങ്കിലും രോഗികളെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ, ഇല്ലാത്തവരെ കണ്ടാൽ കൊടുക്കാൻ വേണ്ടിയാണ്. അതാണ് സൽപ്രവൃത്തി എന്ന് പറയണത്. ദൈവം നമ്മളെ വിട്ടുമാറത്തില്ല. നിൻ്റെ ഭർത്താവോ നീയോ നിൻ്റെ കുടുംബമോ നിൻ്റെ മക്കളോ നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. കൈയിട്ടിച്ച് കിടത്താൻ പരമ ദിവ്യകാരുണ്യത്തിന് അതായത് 2 കൊരിന്ത്യർ 8:16 എടുത്ത് 2 കൊരിന്ത്യർ 8:16 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 8:16 നിങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആത്മാർത്ഥമായ താല്പര്യം തീത്തോസിന്റെ ഹൃദയത്തിൽ ഉദിപ്പിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഒന്നിനു വായിച്ചാൽ നിങ്ങൾ മനസ്സിലായില്ലേ? അതായത് തീത്തോസ് എന്താ ചെയ്തിരിക്കണത്? തീത്തോസ് ആദ്യം മക്കെദോനിയ സഭയെ സഹായിച്ച ആളാണ്.
അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയണത്, തീത്തോസിലൂടെ തുടങ്ങി വെച്ച കാരുണ്യ പ്രവർത്തികൾ ദൈവം നിങ്ങളെ വിശ്വാസം പോലെ കാരുണ്യ പ്രവൃത്തിയിലും വെച്ച് നിൽക്കട്ടെ. നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന്. അതായത് 2 കൊരിന്ത്യൻസ് 8:7 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. 2 കൊരിന്ത്യൻസ് 8:7 നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും വിശ്വാസത്തിലും പ്രഭാഷണത്തിലും വിജ്ഞാനത്തിലും സമ്പൂർണമായ ഉത്സാഹത്തിലും ഞങ്ങളോടുള്ള സ്നേഹത്തിലും മികച്ചു നിൽക്കുന്നത് പോലെ ഈ കാരുണ്യ പ്രവർത്തനങ്ങളിലും മികച്ചു നിൽക്കുവിൻ. അടുത്ത വരി, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയല്ല നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ തെളിയിക്കുകയാണ്. അതായത് നമുക്ക് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് യഥാർത്ഥമായിരിക്കണം. ഇപ്പം ഇവളെ സംബന്ധിച്ചത് എന്താണ്, അവൾക്ക് കാരുണ്യ പ്രവൃത്തി. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു, അതുകൊണ്ട് ഉടമ്പടിയല്ലേ. ഇനിയിപ്പോൾ രോഗികളെ പോയി കണ്ടില്ലെങ്കിൽ അയ്യൽട്ടിൽ തോറ്റാൽ ഞാൻ എന്ത് ചെയ്യും? അതാണ് ആൾക്കാരുടെ ഇക്കണോമിക്ക്. അതാണ് ആൾക്കാർ സൽപ്രവൃത്തി ചെയ്യാതൊന്നും ഇരിക്കണില്ല, സൽപ്രവൃത്തിയൊക്കെ ചെയ്യുന്നുണ്ട്, രോഗികളൊക്കെ പോയി കാണുന്നുണ്ട്. ദൈവം ഇനി രോഗികളെ പോയി കണ്ടില്ലെങ്കിൽ, വിസ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതേ അതാണ് പ്രശ്നം. അതായത് നിങ്ങളുടെ വിഷയമാണ്, അല്ല ദൈവത്തിൻ്റെ വിഷയമല്ല. സൽപ്രവർത്തികൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്, ഉടമ്പടി എടുക്കുന്നവരെല്ലാവരും സൽപ്രവൃത്തി ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തിനാണ്? അവിടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ചെയ്യണതാണ്. ഇതെങ്ങനെ ചെയ്തില്ലെങ്കിൽ, നമുക്ക് വിസ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? സ്ഥലം വിറ്റ് മാറില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പം നിങ്ങളുടെ സ്ഥാവരജംഗ വസ്തുക്കളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ സൽപ്രവൃത്തി ചെയ്യണത്. നോ, നിങ്ങളുടെ യഥാർത്ഥ ദൈവത്തിനോടുള്ള സ്നേഹമായിരിക്കണം. നിങ്ങൾ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, ഈ സൽപ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ, സ്വാഭാവിക സൽപ്രവൃത്തികൾ ചെയ്യുന്നത് പോലും നമ്മളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന്, അതായത് അത് പുറംപൂച്ചല്ല, മറിച്ച് എന്താണ്, തനി സ്വർണ്ണമാണ്, 916 ആണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ജോലി ചെയ്യണത്. സൽപ്രവൃത്തിയായാലും ശരി, കാരുണ്യപ്രവൃത്തിയായാലും ശരി, സുവിശേഷ വേലയായാലും ശരി, പത്രം കൊടുപ്പിലായാലും ശരി, വേദപ്രചാരമായാലും ശരി, അതിൻ്റെ പിന്നിലെല്ലാം ഒരു യഥാർത്ഥ സ്നേഹത്തിൻ്റെ ശക്തിയുണ്ട്. ഇപ്പം യഥാർത്ഥ സ്നേഹത്തിന് ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് സൽപ്രവൃത്തികളിലും കാരുണ്യപ്രവൃത്തികളിലും വെളിവാക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയോടുള്ള യഥാർത്ഥ സ്നേഹത്തിന്റെ ശക്തി എൻ്റെ കാരുണ്യ പ്രവൃത്തികളിലും ഭാവന പ്രവർത്തനങ്ങളിലും അതുപോലെ വേദപ്രചാര പ്രവർത്തനങ്ങളിലും പ്രകടിപ്പിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അതുകൊണ്ട് വിശ്വാസത്തിൽ വീണു പോകാതിരിക്കും. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? വിശ്വാസത്തിനൊരു കൊഴുപ്പുണ്ട്. എന്താണ് അത്? ഓരോ ആഴ്ചയിൽ വളർന്നാൽ അടുത്ത ആഴ്ച തളരും. ഇതിന് കേവല സ്ഥിതി ഉണ്ടാക്കാനും വളരാൻ വേണ്ടി വളരുക മാത്രം ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒറ്റമൂലിയാണ് ദൈവനാമത്തിലും ദൈവസ്നേഹത്തിലും യഥാർത്ഥ സ്നേഹത്തിൻ്റെ ശക്തിയിലുമുള്ള സൽപ്രവൃത്തികൾ. അപ്പോഴെന്താ സംഭവിക്കുന്നത്? തോബിത്തിൻ്റെ 12:13 പോലെ നീ സൽപ്രവൃത്തികൾ ദൈവനാമത്തിൽ ചെയ്യുമ്പോൾ ദൈവം തന്നെ നിൻ്റെ കൂടെ വരും. ദൈവം തന്നെ നിൻ്റെ കൂടെ വരണ കാരണം നിൻ്റെ വിശ്വാസം ഒരിക്കലും താഴ്ന്നു പോകത്തില്ല. പക്ഷേ ദൈവവേദന അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, വീണു പോകാതിരിക്കാൻ. ആദിമസഭയുടെ പാഠങ്ങളാണ് ഞാൻ പറയണത്. അതായത് ഇപ്പോൾ 2 പത്രോസ്, ദാറ്റ് മീൻസ് 2 പത്രോസ് 1:10 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 2 പത്രോസ് 1:10. ആകയാൽ സഹോദരങ്ങളെ
നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. അപ്പൊ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കാൻ വേണ്ടി ഇതുപോലെ സൽപ്രവർത്തികളിലൂടെയും അതുപോലെ തന്നെ കൃപാവര പ്രവർത്തനങ്ങളിലൂടെയും വേദപ്രചാര പ്രവർത്തനങ്ങളിലൂടെയും ദൈവസംഘത്തിൻ്റെ യഥാർത്ഥ പ്രവർത്തികളിലൂടെ പോയാൽ ഒരിക്കലും നിങ്ങൾ വീണു പോകത്തില്ല. വിശ്വാസം വീണു പോകാൻ സാധ്യതയുള്ള സംഭവമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ വീണു പോയൊരു കക്ഷിയുണ്ട്. ആരാണത്? സ്നാപയോഹന്നാൻ. സ്നാപയോഹന്നാൻ വീണെങ്കിൽ പിന്നെ നമ്മൾ വീഴത്തില്ലേ? സ്നാപയോഹന്നാൻ വീണു പോയില്ലേ? എന്താണ് വീണു പോകാൻ കാര്യം? എന്താ പറയണത്? വരാതിരിക്കുന്ന ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, വരാതിരിക്കുന്ന നീ തന്നെയോ. അതായത് 7:19, ലുക്ക 7:19. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 7:19. വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞയച്ചു. സ്നാപയോഹന്നാന്റെ വിശ്വാസത്തിൽ വീഴ്ച വന്ന കണ്ടില്ലേ? ഞാനിത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട്. ഈ ഭാഗം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. സ്നാപയോഹന്നാൻ ഒരു കാലത്ത് കർത്താവിനെ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ട് ആ പഠനം കേട്ട് ബോധ്യപ്പെട്ട് സ്നാപയോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ടുണ്ട്. യാക്കോബും യോഹന്നാനും. അത്രയും ഒരു കാലത്ത് വിശ്വാസത്തിൽ വളർന്നിരുന്നൊരു മനുഷ്യൻ ജയിലിൽ കിടന്നപ്പോൾ പിന്നെ വിശ്വാസം പോയി. അതാ വരാതിരിക്കുന്നവൻ നീ തന്നെയോ ഞങ്ങൾ വേറെ ആരെങ്കിലും പ്രതീക്ഷിക്കണമോ എന്ന് ചോദിച്ചു. അപ്പോഴും യേശുവിന് വേണമെങ്കിൽ സ്നാപയോഹന്നാനോട് പറയാമായിരുന്നു, നീ എന്തിനാ, നിനക്ക് ബൈബിൾ അറിയാമല്ലോ, ബൈബിൾ എടുത്ത് വായിച്ചാൽ പോരെ, ഞാൻ തന്നെയാണ് വരാതിരിക്കണമെന്ന് എന്ന് ചിന്തിച്ചിരിക്കുക. അല്ലേ? അച്ഛൻ പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക്? സ്നാപയോഹന്നാൻ വന്ന് യേശുവിനോട് യേശുവിൻ്റെ അടുത്ത് വിട്ടിരിക്കുകയാണ്. എന്താണ്? വരാതിരിക്കണവൻ നീ തന്നെയാണോ അതോ വേറെ ആൾക്കാരെ ഞങ്ങളെ പ്രതീക്ഷിക്കണോ? അപ്പോൾ യേശുവിന് പറയാമല്ലോ, നിയമത്തിൽ എന്താണ് എഴുതിയിരിക്കണത്, നീ എടുത്ത് വായിച്ചു നോക്കിയേ, നിനക്ക് വചനം അറിയാൻ പാടില്ലേ എന്ന് പറയാം. പക്ഷേ വചനം ചില സമയത്ത് അവിശ്വാസികളുടെ മുമ്പിൽ വില പോകത്തില്ല. വചനത്തിന് അങ്ങനെ കുഴപ്പമുണ്ട്. വചനം അവിശ്വാസികളുടെ മുമ്പിൽ വചനം വിലപ്പോകുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും യേശു പറഞ്ഞേനം വചനം എടുത്ത് വായിക്കണമെന്ന് പറഞ്ഞില്ല. പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? അവിശ്വാസികളുടെ മുമ്പിൽ വചനം വിലപ്പോകത്തില്ലെങ്കിൽ പിന്നെ അടയാളം മാത്രമേ വിലപ്പോകത്തുള്ളൂ എന്ന് ഈശ്വരനും അറിയാം. അതുകൊണ്ട് സ്നാപയോഹന്നാൻ എന്ന സംശയരോഗിയോട് സംശയമുള്ളവനോട് കർത്താവ് എന്താ പറഞ്ഞിരിക്കണത്? നീ വചനമൊന്നും വായിക്കണ്ട, വായിച്ചിട്ട് കാര്യമില്ല, നിനക്കറിയാം. പക്ഷെ നിനക്ക് കാര്യം ഉണ്ടാകണം. നിങ്ങൾ കാണുന്നത്, നിങ്ങൾ കേൾക്കുന്നത് പോയി യോഹന്നാൻ അറിയിക്കുക. അന്തർ കാണുന്നു, ചികിടർ കേൾക്കുന്നു, ഊമ സംസാരിക്കുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുന്നു. എന്നിൽ ഇടർച്ച വരാത്തവൻ ഭാഗ്യവാനെന്ന് പറയുമ്പോൾ എൻ്റെ ദൈവവേദലെ സംശയമുള്ളവർക്ക്, വചനം അറിയാത്തവർക്ക്, ദൈവമായിട്ട് ഇടപാടില്ലാത്തവർക്ക് ഏറ്റവും വലിയ ബൈബിൾ എന്ന് പറയുന്നത് മനുഷ്യരുടെ ഇടയിൽ ദൈവം കാണിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുമാണെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൽ കൈതാകട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൽ കൈതാകട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. പെരുമഴ പോലും പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോലും പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവസാനം ആത്മാവ് എന്താ വെളിപ്പെടുത്തിയത്? അടയാളങ്ങൾ അന്തൻ്റെ സുവിശേഷമെന്ന്, അല്ലേ? ഞാനും പോലും അറിയാതെ പറഞ്ഞതാണ്. സത്യം പറഞ്ഞാൽ വിശ്വാസം നഷ്ടപ്പെട്ടവരുടെ മുമ്പിൽ പിന്നെ ബൈബിള് അല്ല വെളിച്ചം നൽകണത്.
സംശയം വന്നുപോയുടെ മുമ്പിൽ പിന്നെ ബൈബിളല്ല വെളിച്ചം നൽകണത്, പിന്നെ ആരാണ്? അടയാളങ്ങളാണ്. അതാണ് ഈശോ പറഞ്ഞത്. സ്നാപയോഹന്നാൻ ഒരു കാലത്ത് വിശ്വാസം ഉണ്ടായിരുന്നവനാണ്, ഇന്നവന് വിശ്വാസമില്ല. ഇനി അവന് വിശ്വാസമുണ്ടാക്കാൻ അടയാളങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പോയി ശ്രദ്ധിക്കട്ടെ. ലൂക്കാ 7:22 അവൻ പറഞ്ഞു നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഇപ്പൊ സാക്ഷ്യത്തിന്റെ പ്രധാനം മനസ്സിലായില്ലേ? സാക്ഷ്യമാണ് സുവിശേഷത്തിന്റെ അപ്പുറത്തെ സുവിശേഷം. സാക്ഷ്യമാണ് അന്തൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ബൈബിൾ അറിയാത്തവർക്ക്, ബൈബിൾ ഇല്ലാത്തവർക്ക്, ബൈബിളിൽ വിശ്വസിക്കാത്തവർക്ക്, യേശുവിൽ വിശ്വസിക്കാത്തവർക്ക് പിന്നെ ഉള്ള പിടിവള്ളി എന്താണ്? സാക്ഷ്യമാണ്, അടയാളങ്ങളാണ്, കാണുന്നതും കേൾക്കുന്നതുമാണ്. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും യോഹന്നാനെ അറിയിക്കാൻ എന്നെ ഇടർച്ച വരാത്തവൻ ഭാഗ്യവാനെന്ന്. ആ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടും യോഹന്നാന് ഇടർച്ച വന്നിട്ടില്ലെങ്കിൽ ഹീസ് ബ്ലെസ്സഡ്. ഇടർച്ച വന്നാൽ അവൻ്റെ കാര്യം പോക്കാണ്. അടയാളം കണ്ടിട്ടും അടയാളങ്ങൾ വിശ്വസിക്കാതിരിക്കുകയും, അതുപോലെ കാണാനുള്ള കണ്ടിട്ടും കേൾക്കാനുള്ള കേട്ടിട്ടും ദൈവത്തിൻ്റെ കാലസ്പർശം കണ്ടിട്ടും വിശ്വാസത്തിലേക്ക് വന്നില്ലെങ്കിൽ യു ആർ നോട്ട് ബ്ലെസ്സഡ്. നോട്ട് ബ്ലെസ്സഡ് എന്നല്ല, കേഴ്സ് ടു കൊറോസിൻ. കഫർനാമേ, നിനക്ക് ദുരിതം. നിന്നിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ സീദോനിലാണ് പ്രവർത്തിച്ചെങ്കിൽ എത്രയോ നേരത്തെ ചാക്കൊടുത്ത് തപസ് ചെയ്യുമായിരുന്നു. എന്നാൽ നിൻ്റെ ലോകാവസാനത്തിൽ നിൻ്റെ സ്ഥിതി സോദോമിനേക്കാളും മോശമായിരിക്കും. തീയും ഗന്ധകവും തീയും ഇറക്കി നശിപ്പിച്ച് കളഞ്ഞ സോദോമിനേക്കാളും മോശമായിരിക്കും അടയാളം കണ്ടിട്ടും വിശ്വസിക്കാത്ത അവിശ്വാസിയുടെ സ്ഥിതി എന്ന് ബൈബിൾ താക്കീത് കൊടുക്കുന്നത് യേശുവിൻ്റെ വാക്കുകളിലാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്കാ 10:13-14. ലൂക്കാ 10:13-14. കൊറാസിൻ നിനക്ക് ദുരിതം, ബെത്സൈദ നിനക്ക് ദുരിതം. നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കൊടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു. ആകയാൽ വിധി ദിനത്തിൽ ടയറിന്റെയും സീദോന്റെയും സ്ഥിതി നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കും. ഇത് വചനം നൽകണത് അനുദപിക്കാൻ വേണ്ടിയാണ്. നമുക്ക് മനസ്സിലായി. അവസാനം ഈശോ എന്നാ പറയണത്? അതായത് അടയാളങ്ങൾ നൽകുന്നത് അനുദപിക്കാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് കർത്താവിനെ അറിയാത്തവർ അറിയാനും അറിഞ്ഞവർ ആഴപ്പെടാനും വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എന്നെ അങ്ങയുടെ അടയാളമാക്കണമേ. എനിക്ക് ലഭിക്കുന്ന അടയാളങ്ങളിലൂടെ അനേകരെ അങ്ങയിലേക്ക് ആകർഷിക്കുവാൻ, അനുതാപത്തിലും ആത്മാഭിഷേകത്തിലും സത്യത്തിന്റെ സുവിശേഷത്തിന്റെ സാക്ഷിയായി ജീവിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം. വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിൻ്റെ മഹത്വം നിഴലിയിരിക്കും, ദൈവത്തിൻ്റെ കരത്തിൽ നീ വസിക്കും. ദൈവത്തിൻ്റെ മഹത്വം നിഴലിയിരിക്കും, ദൈവത്തിൻ്റെ കരത്തിൽ നീ
സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പോകുന്നു. എല്ലാവരും സന്തോഷത്തോടെ എഴുന്നേൽക്ക്. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവം സന്ദർശിക്കുന്ന സമയമാണ്. സന്തോഷത്തോടെ എഴുന്നേൽക്കുക. ഓൺലൈനിലുള്ള ഒരു ജാഗ്രത പുലർത്തുക. ടി വിയിലൊക്കെ വെച്ചിരിക്കുന്നവരെ മൊബൈൽ ടി വിയോട് ഘടിപ്പിച്ചുകൊണ്ട് ഈ ധ്യാനം കൂടുന്നവരെ ഇപ്പോഴും മുട്ടേ നിൽക്കേണ്ടതാണ്. ഓൺലൈനിൽ മുട്ടേ നിൽക്കുക. ഓൺലൈനിലുള്ളവരെ ഇപ്പോഴും മുട്ടേ നിൽക്കേണ്ടതാണ്. ടി വിയിലുള്ളത് യഥാർത്ഥമായ ദൈവത്തിൻ്റെ ചൈതന്യമാണ് നിന്നിലേക്ക് കടന്നു വരാനും നിങ്ങളുടെ കിടപ്പ് രോഗികളെ, നിൻ്റെ കുടുംബത്തെ സന്ദർശിക്കാൻ പോകുന്ന സമയമാണ് കർത്താവ് ദൈവത്തെ നിൻ്റെ കുടുംബത്തെ സന്ദർശിക്കാൻ പോകുന്ന നിൻ്റെ കിടപ്പ് രോഗികളെയും നിൻ്റെ കയ്യിലുള്ള പ്രമാണങ്ങളൊക്കെ എടുക്കുക. വിൽക്കാത്ത പുരയിടത്തിൻ്റെ പ്രമാണങ്ങൾ, ടി വിയിൽ സംഭവം കാണുന്നവരെ, ശുശ്രൂഷ കൂടുന്നവരെ, അവർക്ക് എന്താണ് ഉടമ്പടി വെച്ചിരിക്കുന്നത്, ആ ഉടമ്പടി വെച്ചതിൻ്റെ വസ്തുക്കൾ കൊണ്ടുവന്ന് നിങ്ങൾ ഈ സമയത്ത് മുട്ടേ നിന്നുകൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ സന്ദർശിക്കാൻ പോകുന്നു. കർത്താവ് തൻ്റെ വിശ്വാസി സന്ദർശിക്കാൻ പോകുന്നു. കർത്താവ് തൻ്റെ വിശുദ്ധമായ രക്തത്തെ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ മകനെ, തൻ്റെ മകളെ വിശ്വസിക്കാൻ പോകുന്നു. കർത്താവെ, ഇവ കല്യാണം മുടങ്ങിപ്പോയ മക്കളെ, അതുപോലെ തന്നെ രോഗാതുരമായ മക്കളെ, അതെല്ലാം ഈ സമയത്ത് ആരാധന എതിലൂടെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അവിടെ തൊട്ടുകൊണ്ട് നീ അതിശക്തമായി വിശ്വാസ പ്രമാണത്തോടെ ശക്തമായി സ്തുതിച്ചിട്ട് അടിപ്പട പോലെ വൈദാഘാതം പോലെ ദൈവിക ശക്തി നിന്നിലേക്ക് ആവശ്യിക്കുന്ന ദൈവികമായ നിമിഷങ്ങൾക്ക് വേണ്ടി സ്തുതിക്കട്ടെ. ഭാഷാവർത്തം സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തുതിക്കുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ കർത്താവേ. 36 വർഷം അടുപ്പിച്ച കൃപാരുടെ യോഗ്യതയാൽ കൃപാസാൽത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥതയിൽ ഇവിടെ നടന്ന 10,000 ആരാധ്യ ശക്തികൾ, മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവദുരിതങ്ങള് യേശുനാമത്തില് മാറിപ്പോകട്ടെ. ഒരുമിച്ച് എല്ലാവരും എൻ്റെ മക്കളെ, നിങ്ങൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴേ ജീവിക്കുന്നതായ ദൈവത്തിൻ്റെ മുമ്പിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ നൽകുന്ന അഭിഷേകം എന്താണെന്നറിയാവോ? ഈ ജനം ഇനി കരയത്തില്ലെന്നാണ്. ഈ ജനം ഇനി കരയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു വാഗ്ദാനമാണ്. ഈ ജനത്തിൻ്റെ കരച്ചിൽ അവിടെ നിന്ന് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു മാറ്റുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദാനമാണെങ്കിൽ നീ മകളെക്കുറിച്ചോ മകനെക്കുറിച്ചോ ലഹരി പാനീയങ്ങളെക്കുറിച്ചോ അതുപോലെ തന്നെ മാരക രോഗങ്ങളെക്കുറിച്ചോ എൻ്റെ മക്കൾ കരയുന്നുണ്ടെങ്കിൽ, സാമ്പത്തിക തകർച്ചയെക്കുറിച്ചോ ജീവിത തകർച്ചയെക്കുറിച്ചോ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിൻ്റെ ദൈവം അവർ കണ്ണുനീരോടെയാണ് വരണത്. 31:9 പ്രാർത്ഥിക്കുന്നു, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്ന് പറഞ്ഞത് കർത്താവിൻ്റെ വാഗ്ദാനമാണെങ്കിൽ ആ വാഗ്ദാനം പരിശുദ്ധ അമ്മയുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ആ വാഗ്ദാനം ഈശോ നിറവേറ്റാൻ പോണെങ്കിൽ അടയാളങ്ങളുടെ അത്ഭുതങ്ങളുടെ കണ്ണുനീര്, കരുത്തിൻ്റെ കണ്ണുനീര്, രോഗത്തിൻ്റെ കണ്ണുനീര്, ജീവിത തകർച്ചയുടെ കണ്ണുനീര്, ജീവിത കുടുംബ തകർച്ചയുടെ കണ്ണുനീര് യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം പറ്റി മാറട്ടെ. കൈകൾ കൂപ്പി കൈ നെഞ്ചത്തോട് ചേർത്ത് വെച്ച് കണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങളെല്ലാം ഈശോയ്ക്ക് നമ്മളെ സമർപ്പിക്കുകയാണ്. അകന്നുപോയ ഭാര്യാഭർത്തകന്മാർ, അന്താളിച്ച് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, വൈരാഗ്യം കൊണ്ട് മനസ്സ് മൂടിപ്പോയവർ,
വശ്യം വൈരാഗ്യം കൊണ്ട് പരസ്പരം ഉപദ്രവിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരെ അവരെല്ലാം അൾത്താരയിൽ സമർപ്പിക്കുന്നു. ഒരു ഗതിയും പരഗതിയുമില്ലാതെ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കൈനീട്ടാൻ ആളില്ലാത്ത, അവശേഷിക്കാത്ത വല്ലാത്ത വേദന അനുഭവിക്കുന്നവരെ, വിവാഹം ഒത്തുവരാത്തവരെ, 10, 30, 31 വയസ്സായവരെ, 10, 41 വയസ്സായവരെ, 41 വയസ്സ് കഴിഞ്ഞിട്ടും പിന്നെ ജോലി കിട്ടാതെ നിൽക്കുന്നവരെ, സ്ഥലമില്ലാത്തവരെ, വീടില്ലാത്തവരെ, വീടും വഴിയുമില്ലാത്തവരെ, ഇങ്ങനെ വ്യത്യസ്തമായ ജീവിത മേഖലകളിൽ ഓരോ ജോലി ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം പലതരത്തിലുള്ള പ്രഷറുകൾ, ജോലി നഷ്ടപ്പെടുത്തി കളയാൻ പറ്റുന്നുള്ള വൈശാചികമായുള്ള ഗൂഢാലോചനകൾ നടക്കുന്ന ഇടങ്ങൾ എല്ലാം നീ കർത്താവിൻ്റെ തിരുസന്നിധി കണ്ണുനീരോടെ സമർപ്പിക്കുക. ദൈവ പൈതലേ, ഇപ്പോഴും നിൻ്റെ വീട്ടിൽ തന്നെ നിനക്ക് സമാധാനമില്ല. അവിടെ എല്ലാം ഗ്രൂപ്പിസമാണ്. പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ കൂടിക്കൊണ്ട് നിന്നെ എങ്ങനെ തകർക്കാം, ഒതുക്കാം, നിന്നെ എങ്ങനെ തട്ടിപ്പുറത്ത് കളയാമെന്ന് ചിന്തിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഭാഗോടമ്പടി നടക്കാത്ത ഭവനങ്ങൾ, സ്ഥലം വിറ്റുമാറാത്ത കുടുംബങ്ങൾ, അതുപോലെ തന്നെ അങ്ങോട്ടും കൊടുക്കാത്ത കുടുംബങ്ങൾ, ഓരോരുത്തർക്കും കൊടുക്കേണ്ടത് വിധിച്ച് കൊടുക്കാത്ത കുടുംബങ്ങൾ, പലതരത്തിലും മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത കുടുംബങ്ങൾ, അതിൻ്റെ പേരിൽ കലഹങ്ങൾ, ഭിന്നതകൾ, മക്കൾ മാതാപിതാക്കളെ എതിർക്കുകയും അവരിൽ നിന്ന് അകന്നു പോവുകയും അവരെ ശപിക്കുകയും, അങ്ങനെ പലതരത്തിൽ എന്തിനു ജീവിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ ആകപ്പാട് കെട്ടി നട്ടം തിരിയുന്ന യുവാക്കന്മാർ, യുവതികൾ, അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാം രക്ഷപ്പെടുമ്പോൾ തനിക്ക് രക്ഷയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ചത്തുകളയാമെന്ന് ചിന്തിക്കുന്ന നിരാശപ്പെട്ട മനുഷ്യരെ, ആ മനുഷ്യരുടെ മേലെല്ലാം കർത്താവിൻ്റെ കൃപ ചൊരിയാൻ വേണ്ടി ഈ നിമിഷം പരിശുദ്ധമ്മ ജീവനോടെ വന്ന് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ കളത്തിലിറക്കിയതാണ് അമ്മ. അമ്മ ഈ കലിയുഗത്ത് കാണിക്കുന്ന ഈ ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഓരോ വേദനയും, അത് ഏത് തരത്തിലുള്ള വേദനയായാലും, ഏത് തരത്തിലുള്ള രോഗങ്ങളായാലും, ഏത് തരത്തിലുള്ള മനപ്രയാസമായാലും, അതെല്ലാം യേശു ക്രിസ്തുവിന് അവിടെയെല്ലാം പരമപിതാവ് അത് യേശു ഏറ്റെടുക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലാക്കിയ മറിയമ്മ അമ്മയാണ് കാനായിലെ കല്യാണത്തിന് കുടുംബത്തിന് വീഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ നിർബന്ധിക്കുന്നതെങ്കിൽ ആ അമ്മ തന്നെയാണ് ഇപ്പോഴേ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഇല്ലായ്മകളുടെ മേൽ അമ്മ യേശുവിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നിമിഷങ്ങളിൽ. ഓ ദൈവമേ, കാനായിലെ കല്യാണത്തിൽ എന്നതുപോലെ ആ യേശുവിടെ പ്രത്യക്ഷനാണ്, അമ്മയുടെ പ്രത്യക്ഷനാണ്. നിന്റെ ജീവിത വ്യവഹാരം, നിന്റെ ഇല്ലായ്മകൾ, വല്ലായ്മകൾ എല്ലാം അമ്മ ഇപ്പൊ യേശുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറത്തിൽ യേശു നിന്റെ ജീവിതത്തെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ നിന്റെ സർവ്വവിധ വേദനകളെ യേശു ഏറ്റെടുത്തുകൊണ്ട് ഈ കുടുംബത്തിന്, നിങ്ങൾ ഏത് കുടുംബത്തിൽ ചെന്നാലും അവിടെ സമാധാനം ആശംസിക്കാനുള്ള ചെയ്ത കർത്താവിന്റെ സമാധാനത്തിന്റെ കൈകൾ നിന്റെ ജീവിതത്തിൽ ഉയരട്ടെ. സമാധാനം നിന്നോട് കൂടെ ശ്രുതിക്കട്ടെ. സൗഖ്യം നൽകണമേ നാഥാവരേ, എന്നിൽ നിറയണമേ നാഥാവരേ, സൗഖ്യം നൽകണമേ. കൈകൾ കുപ്പിക്കൊണ്ട് മൗനമായി ഇവിടെ പറയാത്ത വല്ല കാര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഈശോയോട് പറയാം. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ പറയരുത്. അച്ഛൻ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയോട് പറയാത്ത കാര്യങ്ങൾ, എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ മൗനമായി പ്രാർത്ഥിക്കുക. അതിന് സാക്ഷ്യം പറയാൻ ദൈവം നിങ്ങളെ സഹായിക്കും.